വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈദ് വ്ളോഗാണ്. മൈലാജിടാൻ നമ്മളെപ്പോഴും പോലെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ പോയത് ഓളെ വീട്ടിലോട്ട് തന്നെയാണ്. നമ്മൾ ഈദ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണുക. അതേമാതിരി നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പണ്ടൊക്കെ മൈലാഞ്ചിടാൻ പോകുമ്പം ഭയങ്കര അടിപൊളിയായിരുന്നു, കാരണം കുറേ പേരുണ്ടാവുമായിരുന്നു. ഇപ്പം അങ്ങനെ ആൾക്കാരൊക്കെ കുറഞ്ഞ് പലരും പല വൈക്കായി, പാകെ കുറച്ച് പേരെ ഉണ്ടാവാറുള്ളൂ. നമ്മളെ വീട്ടിൻ്റെ മുമ്പിൽ ഇപ്പോൾ പുതിയൊരു താമസക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരു മെഹന്തി ആർട്ടിസ്റ്റാണ്. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് പേരെല്ലാം ഉള്ളായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനുള്ള താത്തൻ്റെ അടുത്തേക്ക് പോയി. ഇത് ആ താത്തൻ്റെ ചെറുതാണ് കേട്ടോ. രാവിലെ എണീക്കുന്നത് തന്നെ ഉമ്മൻ്റെ വീഡിയോ കേട്ടിട്ടാണ്, ലേറ്റായി പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാം വേഗം ചെയ്ത് 8 മണിക്കായിരുന്നു നിസ്കാരം ഉള്ളത്. അങ്ങനെ നമ്മൾ അടുത്തുള്ള വീട്ടിൽ നിസ്കരിക്കാൻ പോയി. നമ്മളെ നിസ്കാരം എന്ന് പറയുന്നത് അടുത്തുള്ള എല്ലാ വീട്ടുകാരെയും കൂട്ടിയിട്ട് ഒരു വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ പായസമൊക്കെ കുടിച്ച് നമ്മൾ നേരെ ഈദ് ഡ്രസ്സ് ചെയ്യാൻ പോയി. ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. എനിക്ക് മാറ്റാൻ കുറേ ടൈം എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചായ കുടിച്ച് മാറ്റാൻ പോയി. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വേഗം തന്നെ മാറ്റണമെന്ന്. കാരണം ഓരൊക്കെ വേഗം മാറ്റും, ഞാനാണ് അത്രയും ലേറ്റ് ആവല്. ഇതിൻ്റെ കസിൻ്റെ ഫ്രണ്ട്സാണ്. ഇവരെന്തായാലും യൂട്യൂബിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്. ഇനി അടുത്തത് പറയുന്നത് ഓരോരോ ഫാമിലി ഫോട്ടോഷൂട്ടാണ്. അത് പിന്നെ നിർബന്ധമാണല്ലോ, ഫോട്ടോ ഇല്ലാണ്ട് പിന്നെ എന്ത് ചെയ്ത്. അങ്ങനെ നമ്മൾ അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ സ്പെഷ്യൽ ആയിരുന്നു. ഇവിടെ കസ്റ്റാർഡും മാംഗോ പുഡിങ്ങും ആയിരുന്നു. പിന്നെ നമ്മൾ മൈലാഞ്ചിട്ട് വന്ന ഓളെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അവിടെ ഓളെ സ്പെഷ്യൽ ചീസ് പുഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും പോയി. പിന്നെ നമ്മളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ പോയി വീട്ടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നല്ലൊരു റിസോർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചാണ് പോയത്. എപ്പോഴും നമ്മൾ പുറത്തുനിന്നാണ് ഫോട്ടോ എടുക്കാറുള്ളത്, കാരണം ഉള്ളിലോട്ട് എൻട്രി ഇല്ല. എപ്പോഴും അവിടെ ലോക്ക് ആയിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ കിട്ടിയ അടിപൊളിയാണ്, കാരണം അവിടെ അത്രയും സ്പേസൊക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഉള്ളിൽ നല്ല ചെടിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം മതിൽ ചാടാൻ വിചാരിച്ച്. അങ്ങനെ മതിൽ ചാടിയതേ ഞങ്ങൾക്ക് ഓർമ്മ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്ക് അവിടുത്തെ സെക്യൂരിറ്റി കണ്ട്. സെക്യൂരിറ്റിനോട് നല്ല ചീത്ത കേട്ടാലും തന്നെ നമുക്ക് മനസ്സിലായി എന്തായാലും ഉള്ളിൽ നിന്ന് എടുക്കാൻ കഴിയില്ലാന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കുറേ ക്ലിപ്സ് ഇതിൽ മിസ്സിങ് ആണ്, കാരണം ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക വീഡിയോ എടുക്കാനുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. കുറച്ച് നേരം കസിൻ വന്ന്. പ്രത്യേകിച്ച് അങ്ങനെ എവിടെയും പോകാനുള്ള പ്ലാനൊന്നും ഇല്ലേനു. കസിൻ്റെ വീട്ടിൽ പോകാൻ വിചാരിച്ചിരുന്നു, പക്ഷേ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഓൻ്റെ പരം കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് ഓന് പോയി. പിന്നെ രാത്രി ആയാലും ഒരു മൂവിയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഇത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ലേനു. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഈസ് ലൈഫ് ഓഫ് ഗേൾസ് സൈനിങ് ഓഫ്. ബൈ.